ഒരു കാലില്ലാത്ത കുഞ്ഞു സോൾജർ. ഈ കഥയൊന്നും ഒരുപാട് പഴയതൊന്നുമല്ല. മാനു അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കുകയായിരുന്നു. അവന്റെ വീടാണെങ്കിൽ വലിയ വീടാണ്. മാനുക്ക് ടോയ്സ് ആണെ വലിയ ഇഷ്ടമാണ്. അവന്റെ വീട്ടിനകത്ത് നിറയെ ടോയ്സ് ആണ്. മാർക്കറ്റിനകത്ത് പുതിയ പുതിയ ടോയ്സ് വന്നാൽ മാനുവിടെ അച്ഛനും അമ്മയും അവന് വാങ്ങിക്കൊണ്ടു കൊടുക്കും. അവന്റെ മുറിയാണെങ്കിൽ ടോയ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റേസ് കാറുകളും നിറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് അവന്റെ അമ്മ അവന് കൊണ്ട് കൊടുത്തു. ഇതിലെന്താ അമ്മ ഉള്ള? ഇതെന്റെ പൊന്നു മോനാണ്, ഒരു കൊച്ചു ബോക്സ്. ഇതിനകത്ത് മോൻ ഇഷ്ടപ്പെട്ട എല്ലാ ടോയ്സും ഉണ്ട്. ഇത് മോനെ രക്ഷിച്ചോളും. വാവ്, എന്റെ ടിൻ സോൾജേഴ്സ്. ഇതിനകത്ത് ഏകദേശം ഒരു 100 സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ഈ 100 സോൾജേഴ്സില് വ്യത്യാസമായ ഒരു സോൾജർ ഇരുന്നു. ഓ പാവം, ഈ സോൾജറിന് ഒരു കാല് മാത്രമേ ഉള്ളൂ അമ്മേ. ഓ, ഇതിനെ അറിയാതെ വെച്ചതാണെന്നാ തോന്നുന്നേ. ഇത് നിനക്ക് വേണ്ട. ഇതിനെ ഞാൻ എടുത്തോണ്ട് വെക്കോളാം. വേണ്ട അമ്മേ, അമ്മ എന്തോ പറഞ്ഞിരുന്നില്ലേ? അതെനിക്ക് തെറ്റായി തോന്നിയതമ്മേ. ഇദ്ദേഹം മറ്റാൾക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇദ്ദേഹത്തെ ഞാൻ ക്യാപ്റ്റൻ ആക്കാൻ പോവാണ്. ഇവരുടെ പേരാണ് ക്യാപ്റ്റൻ ടിൻ. ബാക്കിയുള്ളവരെല്ലാം ഒരേ പോലെയുണ്ട്. ആരെയും വ്യത്യസ്തമായി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ആരുടെ കൂടെ കളിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ക്യാപ്റ്റൻ ടിൻ ആരാന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവും. ഇദ്ദേഹം ഒരു സ്പെഷ്യൽ സോൾജിയർ ആണ്. ഓ, നീ വളരെ കറക്റ്റ് ആയിട്ടാണല്ലോ പറഞ്ഞേ. നീ പറഞ്ഞത് വളരെ കറക്റ്റാ. നീ തന്നെ ഇത് വെച്ചോ. ഇവര് വളരെ നന്നായി ജീവിച്ചവരാണ്. മറ്റുള്ളവരെ കാട്ടി വളരെ വ്യത്യാസപ്പെട്ടവരാണ്. മാനുവിന് ക്യാപ്റ്റനെ വളരെ ഇഷ്ടപ്പെട്ടു. അവൻ അത് ഷെൽഫിൽ വെച്ചു. ഇങ്ങോട്ട് നോക്കൂ ക്യാപ്റ്റൻ ടിൻ. പുറത്തു പോകുന്ന സമയത്ത് ബാക്കി സോൾജേഴ്സിനെ എല്ലാം നീയാണ് നോക്കേണ്ടത്. എന്താ നോക്കില്ലേ? നമ്മൾ ഒരു ടീമാണ്. ആരും പിരിഞ്ഞു പോകാൻ പാടില്ല. മാനു, ആഹാരം റെഡിയായിട്ടുണ്ട്. ഓക്കെ ക്യാപ്റ്റൻ ടിൻ, ഞാൻ നിങ്ങളെ പിന്നീട് വന്ന് കണ്ടോളാം. ടിന്നുവിന് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാനു കഥ കടച്ചിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി പോയി. എല്ലാ ടോയ്സും ജീവനോടെ എഴുന്നേറ്റു. ടിൻ എല്ലാവരെയും നോക്കി. പാൻഡ കാല് നീട്ടിയിരിക്കുകയാണ്. കീഴെ കിടന്നുകൊണ്ടിരുന്ന ജിറാഫ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഭാരതി തെറ്റായ തരത്തിലിരുന്നിട്ട് നേരെയാക്കി നിന്നു. കളിക്കുന്ന സമയം. മാനു എവിടെയാണ്? നിനക്ക് എന്താ പറ്റിയേ? കുറച്ചു സമയം മുമ്പ് വരെ നീ ഞങ്ങളോട് കളിച്ചുകൊണ്ടിരുന്നതല്ലേ? ഞാൻ വവ്വാലല്ലേ? പകൽ സമയത്ത് ഉറങ്ങും. അത് എന്റെ തെറ്റല്ലല്ലോ. എന്നാ തീനു അവരെ ആരെയും ശ്രദ്ധിച്ചില്ല. ഒരുപാട് ദൂരെ ഇരുന്ന ടോയ്സിന്റെ കണ്ണയിലാണ് അവർ ശ്രദ്ധിച്ചത്. അത് അവളാണ്, അഴകായിട്ടുള്ള ആ പെബർ ബാർലീന. അതും ആ കോട്ടയുടെ മുൻപില്. അവളുടെ ഡ്രസ്സാണെങ്കിൽ വളരെ ഷൈനിങ് ആയിട്ടുണ്ടല്ലോ. അതിനേക്കാളൊക്കെ അവളുടെ ഡ്രസ്സിന്റെ മുന്നില് ഒരു റെഡ് കളർ ഹാർട്ട് ഇരിക്കുന്നു. ഒരു കാലുകൊണ്ടാണ് അവൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാല് പൊക്കി വെച്ചോണ്ടിരിക്കുകയാണ്. കോട്ടയ്ക്ക് മുൻവശത്തായിട്ട് ഒരഴകായിട്ടുള്ള കുളമുണ്ട്. ആ വെള്ളത്തിന്റെ ഷൈനിങ്ങിൽ അവരുടെ മുഖം നല്ല പളപളാന്നിരുന്നു. ടിന്നാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വാവ്, ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ട്രേസി, അതെ, അവൾ ശരിക്കും ഭംഗിയുള്ളവൾ തന്നെയാണ്. അവൾ കളിക്കുന്നത് ബാലറീനയാണ്. ഓ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ തെറ്റായി സംസാരിച്ചു. ഞാൻ വളരെയധികം ഉച്ചത്തിൽ സംസാരിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓ, ശരിക്കും നീ ഒരു നല്ല സോൾജിയറാണ്. വളരെയധികം ബഹുമാനവും സൽസ്വഭാവമുണ്ട്. വളരെയധികം നന്ദി സാർ, വളരെയധികം നന്ദി. മിസ്റ്റർ ഡോൾഫിന്റെ അടുത്ത് സംസാരിച്ചതും അത്ര തന്നെ. എന്നാൽ അവര് പറഞ്ഞതൊന്നും അവൻ മറന്നിട്ടില്ല. ക്രേസി ഒരു ബർലീന. ക്രേസിയെ സ്നേഹിക്കുന്ന കാര്യം അവൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. നേരമാണെങ്കിൽ ഇരുട്ടി. എല്ലാ ടോയ്സും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു നൊടിക്ക് പോലും അവരുടെ കണ്ണുകൾ ഇമം വിട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ ഞാൻ എന്താ സംസാരിക്കുക? അവൾക്കത് ഇഷ്ടാവുകയാണാവോ? എന്തായാലും പോയൊന്ന് ശ്രമിച്ചു നോക്കാം. വെറുതെ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? മിസ്റ്റർ ഡോൾഫിൻ, ഈ ഷെൽഫിൽ നിന്ന് താഴേക്ക് വന്ന് എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്ക് പോയി ട്രേസിയോട് സംസാരിക്കണം.
എന്റെ മനസ്സിലുള്ളത് അവളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അങ്ങനെയാണോ? തീർച്ചയായും. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇവിടെ ഉള്ളതിൽ വെച്ച് ട്രേസിയാണ് മനോഹരമായ ബാലോറീന. പക്ഷേ നിങ്ങളൊരു ടിൻ സോൾജിയർ. ഒരു കാൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ അവൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഒരു കാലില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ഇല്ല എന്നുള്ള അർത്ഥമില്ലല്ലോ. പക്ഷേ എന്റെ സ്നേഹം അവൾ അറിയാൻ ഇടയാകണം. അവൾ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ പറയരുത്. തീർച്ചയായും അവൾക്ക് എന്നെ ഒഴിവാക്കാം. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾ അറിയണം. എന്താ ശരിയല്ലേ? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് നമ്മൾ പരിശ്രമിക്കണം. നിങ്ങളെ ഞാൻ തടയുന്നില്ല. ഗുഡ് ലക്ക് ക്യാപ്റ്റൻ ടിൻ. ഒരു വലിയ ദീർഘശ്വാസം വിട്ടിട്ട് ബാർലീന നിൽക്കുന്ന സ്ഥലത്തേക്ക് അവര് പോവുകയായിരുന്നു. അവളെ നോക്കി 2 അടി എടുത്തു വെച്ചു. എന്നാൽ ഓരോ തവണയും അവർ താഴേക്ക് വീണു. എന്നാൽ വീണ്ടും എനർജിയോടെ അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു തരത്തിൽ അവർ കോട്ടയുടെ അടുത്ത് വന്നു. ഒരു വെപ്രാളമായിട്ടിരുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്നുള്ളതിന് വളരെ ധൈര്യത്തോടെ ഇരുന്നു. ഇവൾ എത്ര മനോഹരമാണെന്ന് ആദ്യം ഇവളോട് തന്നെ പറയണം. അപ്പോൾ മാത്രമേ അവളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയൂ. ഹലോ മിസ്, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ചാ ഞാൻ വളരെ ഭംഗിയുണ്ട്. അല്ല, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ഭംഗിയുണ്ട്. അതാണ്. മറ്റുള്ളവരെല്ലാം ഭംഗിയില്ലെന്ന് പറയുന്നില്ല. അതായത് ആരും അത്രയ്ക്ക് മോശമല്ല. ഈ കാസിലോണും കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ഈ കുളം, ഈ ജിറാഫ്, പിന്നെ ആ ഇരിക്കുന്ന പാണ്ട എല്ലാം മനോഹരമാണ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ആദ്യം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തണം. നിങ്ങളാണ് ക്യാപ്റ്റൻ ടിന്നൻ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാലിന് കുഴപ്പമൊന്നുമില്ലേ? എന്നാ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം താഴെ വീണില്ലേ? ആ അതെ, ഒരു കാലുകൊണ്ട് ജീവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സത്യാണ്. എന്നോട് ക്ഷമിക്കേ. ആ കുഴപ്പമില്ല. ജമ്പിങ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ലേ? അതെ. ടിന്നോടെ മുഖത്ത് നോക്കിയിരുന്നിട്ട് എന്റെ കണ്ണുകൾ അടയ്ക്കാനേ പറ്റുന്നില്ല. ഇത്രയും ധൈര്യമായിട്ടിരിക്കുന്ന ഒരു സോൾജറെ അവൾ ഇതുവരെയ്ക്കും കണ്ടിട്ടേയില്ല. അവരൊരു സ്പെഷ്യൽ മനുഷ്യനാണ്. ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാ, നീയാണ് വളരെ മനോഹരമായ ബാലോറീന. എനിക്ക് നിന്റെ സുഹൃത്തായിരിക്കാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു ക്യാപ്റ്റൻ. ടിന്നും ക്രേസിയും രാത്രി മുഴുവൻ ആ കുളത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സംസാരിച്ച് ചിരിച്ചു. 2 പേർക്കും അതൊരു പ്രധാനമായ രാത്രിയായിരുന്നു. ഉള്ളിലേക്ക് വാ, എന്റെ പുതിയ ബൊമ്മകളെല്ലാം നോക്ക്. ഞാൻ എന്റെ പുതിയ ക്യാപ്റ്റനെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അവര് വളരെ സ്ട്രോങ്ങും ഹാൻഡ്സവുമാണ്. ക്യാപ്റ്റൻ ടിൻ. അയ്യോ, അവരെവിടെ പോയി? അമ്മേ, നിങ്ങൾ എന്റെ ക്യാപ്റ്റൻ ടിന്നിനെ കണ്ടോ? നിറയെ പാവകളുണ്ടല്ലോ. ഓ, ആ ടിൻ സോൾജിയർ. എന്താ ഇത്? പൊട്ടിപ്പോയിരിക്കുന്നു. ഇവരെ ഉപയോഗിച്ച് കുറച്ച് കളിച്ചു നോക്കാം. ഇദ്ദേഹത്തെ ബോട്ടിൽ അയച്ചു വിടാം. സന്തോഷമായി പോയി വരും സോൾജിയർ. ബൈ ബൈ. അയ്യോ, എന്താ വേണ്ട. ഞാൻ എവിടേക്കാ പോകുന്നേ? വെള്ളം വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ടിന്നാലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകണം. എന്റെ സഹോദരന്റെ കൂടെയും പിന്നെ എന്റെ ട്രേസിയുടെ കൂടെയും. ടിൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ കപ്പൽ കുറേശ്ശെ മുങ്ങാൻ തുടങ്ങി. വെള്ളത്തിന്റെ ആഴം കുറഞ്ഞുകൊണ്ടേ വന്നു. എന്നാൽ ടിന്നിനാണെങ്കിൽ അത് തിരിക്കാനും പറ്റുന്നില്ല, ചാടാനും പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. നേരമാണെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. കാലുടഞ്ഞ ആ സോൾജർ ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം വേണ്ട, ഇല്ല ഇല്ല, വെള്ളം കടലിൽ പോയി ചേർന്നു. ആ ബോട്ടും അതിനകത്ത് മുങ്ങിപ്പോയി. ടിൻ പിന്നാലെ ചെയ്തതുകൊണ്ട് അവരൊരുപാട് കഷ്ടപ്പെട്ട് ഒറ്റ കാലുകൊണ്ട് അവർക്ക് നീന്താനേ പറ്റുന്നില്ല. കടലിന്റെ അടിയിലേക്ക് അവർ താന്നുപോയി. ഓ ട്രേസി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ ക്യാപ്റ്റൻ ടിന്നാണ്. എന്റെ ജീവിതത്തിലെ ബാക്കിയുള്ള സമയത്ത് ഞാൻ മനുവിനെയും ട്രേസിക്കും വേണ്ടി പോരാടും. എന്നാൽ എല്ലാം കഴിഞ്ഞതുപോലെ തോന്നുന്നില്ല. ടിൻ എഴുന്നേറ്റ് ചാടാൻ നോക്കുന്ന നേരത്ത്
ഒരു വലിയ മീൻ വന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. അയ്യോ, ഞാൻ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയല്ലോ. ഞാൻ ഭക്ഷണമല്ല, എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വിട്. എങ്ങനെയെങ്കിലും മീനിന്റെ വായിൽ നിന്ന് വെളിയിൽ വരണമെന്ന് അവർ ആഗ്രഹിച്ചു. മീനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. വെള്ളത്തിന്റെ മുകളിലേക്ക് അത് വന്നു. അതിനുശേഷം പിടിച്ചു. ഇന്ന് നല്ല ഭക്ഷണം തന്നെയാ. ആ മീൻ ചൂണ്ടയെ കുരുങ്ങി അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിന്റെ കഴുത്തറുത്തു. ഓ, എന്താ ഇത്? മനസ്സിലാവുന്നില്ലല്ലോ. ഓ, ടിൻ സോൾജറോ? ആ കുക്ക് പൈപ്പിനടിയിൽ വെള്ളം തുറന്നുവിട്ട് സോൾജറെ ക്ലീൻ ചെയ്തെടുത്തു. അവര് കണ്ടുപിടിച്ചത് എല്ലാവരെയും കാണിക്കണമെന്ന് വിചാരിച്ചു. ഒരു വിധത്തില് തന്റെ നീണ്ട യാത്രയിൽ നിന്ന് സോൾജർ തിരിച്ചു വന്നു. ടിൻ ഇപ്പോഴാണ് സമാധാനമായിട്ടിരിക്കുന്നത്. അവര് കുക്കിന്റെ മുഖം കണ്ടിട്ടില്ല. എന്നാൽ ആ സ്ഥലം അവർക്കറിയാവുന്നതുപോലെ തോന്നി. ഈ സ്ഥലം എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. അതെങ്ങനെ നടക്കും? ഒരുപക്ഷെ എന്റെ തല നന്നായി ഇടിച്ചിട്ടുണ്ടാവുമോ? എന്നാൽ ടിന്ന് വിചാരിച്ചത് ശരിയാണ്. അവരിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതേ പഴയ വീട് തന്നെ. മാനുവിന്റെ അടുത്തും അതിനുശേഷം മാനുവിന്റെ അടുത്തും ടിന്നുവിന്റെ അടുത്തും സംസാരിച്ചോണ്ട് വന്നു. അവരെന്റെ ക്യാപ്റ്റൻ ടിന്നാണ്. ഇന്നലെ എന്റെ കയ്യിൽ നിന്നും പോയതാണത്. ഓ, അവരെ എനിക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. ടിൻ മാനുവിനെ കണ്ടതും വളരെ സന്തോഷിച്ചു. എന്നാൽ ആ കണ്ണുകൾ റേഷി അന്വേഷിച്ചോണ്ടേയിരുന്നു. അതോ അവൾ അവിടെ തന്നെ ഉണ്ട്. ഇതിനു മുൻപ് എവിടെ നിന്നോ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി കാത്തു നിൽക്കാൻ തോന്നുന്നു. അവളെ കണ്ട കണ്ണുകൾ അടയുന്നേയില്ല. കുക്കിന്റെ കാല് സ്ലിപ്പായതുപോലും അവൾ ശ്രദ്ധിച്ചില്ല. എരിഞ്ഞുകൊണ്ടിരുന്ന തീക്കകത്ത് ടിന്നു പോയി വീണു. അയ്യോ, ക്യാപ്റ്റൻ ടിൻ. എന്നാൽ കാലത്തിന് ശേഷം ടിൻ ഉരുകാൻ തുടങ്ങി. എന്നാൽ അവർ എഴുന്നേറ്റിട്ടേയില്ല. അവൻ ഇഷ്ടപ്പെട്ട ബാർലിനായെ അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. ക്രേസിയും അങ്ങനെ തന്നെ അവനെ നോക്കിയ കണ്ണുകൾ അടയ്ക്കാതെയിരുന്നു. അവളും അവന്റെ കൂടെ പോകാനാണ് ആഗ്രഹിച്ചത്. അപ്പോഴാണ് മാനു ഒരാലോചന പറഞ്ഞത്. ഉടനെ ജനൽ തുറന്ന് കാറ്റിനെ വിളിച്ചു വരുത്തി. ഇപ്പൊ ഈ കാറ്റുകൊണ്ട് ആ തീയെല്ലാം കെടാൻ പോവാണ്. എന്നാൽ കാറ്റിന് അത് അണയ്ക്കാൻ പറ്റിയില്ല. കോട്ടയിലിരുന്ന ബാർലിനായെ തീയുടെ അടുത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. അയ്യോ വേണ്ട, ക്രേസി. തീയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ബാർലിനാവേയും ടിനുവിനെയും എല്ലാ ടോയ്സും നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ മുഖത്തിൽ ചിരിയുണ്ടായിരുന്നു. അവസാനം രണ്ടുപേരും ആ തീയിൽ തന്നെ എരിഞ്ഞമർന്നു. അമ്മ അകത്ത് കയറി വന്നപ്പം തീ എരിഞ്ഞ് ബാർലിനായെയും ടിനുവിനെയും എരിച്ച് ചാരവാക്കി കളഞ്ഞു. മിച്ചം ഒന്നുമില്ല. അയ്യോ അമ്മേ, ട്രേസിയും ടിന്നും പോയല്ലോ. എന്തോ മോനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നത്? എന്താ അത്? ഇത് ഹാർട്ടാണോ? അത് അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. മെൽറ്റായ ബ്ലാക്ക് കളർ ഹാർട്ട് ഉരുകുന്ന ടിന്നുകൊണ്ടുണ്ടാക്കിയതാണ്. അതിനകത്ത് റെഡ് കളർ ഹാർട്ടും ഉണ്ട്. അതും നടുക്കായിട്ട്. ബാർലിനായുടെ ഡ്രസ്സിലിരുന്ന അതേ റെഡ് ഹാർട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നത് അതുമാത്രമായിരുന്നു. മാനുവിന് തന്റെ ടോയ്സിനെ കുറിച്ച് നന്നായിട്ടറിയാം. അവൻ എന്തൊക്കെ സംഭവിച്ചെന്ന് എല്ലാം അറിയാം. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഉരുകുന്ന ഹാർട്ട് എടുത്ത് അവന്റെ ഷെൽഫിൽ വെച്ചു. ഇനി ടിനുവിനെയും ട്രീസിനെയും ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. അവര് രണ്ടുപേരും എപ്പോഴും ഒന്നായിട്ടിരിക്കണം. മാനുവിനും അവരെ രണ്ടുപേരെയും മറക്കാൻ പറ്റില്ല. ട്രേസിയും ടിനുവും അവരെ ഇനി ഒരിക്കലും പിരിക്കാൻ പറ്റില്ല.